ഹായ് മച്ചന്മാരെ, വെൽക്കം ടു എഡ്യൂ ലൈൻ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ VGG16 എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ ഉണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് നമ്മുടെ തൊട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ VGG16 എന്ന് പറഞ്ഞിട്ടുള്ള പ്രീ ട്രെയിൻഡ് മോഡൽ, ആ ഒരു മോഡലിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രെയിൻ ട്യൂമറിനെ ഡിറ്റക്ട് ചെയ്യാൻ പോവുക. ഇതൊരു പ്രൊജക്റ്റാണ്. ഓക്കെ, അല്ല അടിപൊളി ഒരു പ്രൊജക്റ്റ് ആണിത്. സോ ഇത് നമ്മൾ റൺ ചെയ്യാൻ പോവാണ്. റൺ ചെയ്ത് നമ്മളൊരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് VGG16 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രീ ട്രെയിൻഡ് മോഡൽ ഉണ്ടല്ലോ, ആ ഒരു പ്രീ ട്രെയിൻഡ് ആർക്കിടെക്ചർ, ആ ഒരു ആർക്കിടെക്ചറിനെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഡേറ്റാ സെറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു മോഡലിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള, അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിനെ ഉപയോഗിച്ചിട്ട്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് പുതിയൊരു മോഡലിനെ നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ലേണിംഗ് എന്ന്. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ലേണിംഗ് എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ. അപ്പൊ നമ്മളിവിടെ നോക്കാൻ പോവാണ്. നമ്മുടെ പ്രൊജക്റ്റ് ആണ്, ഇതൊരു പ്രൊജക്റ്റ് ആണ്. ഇത് പ്രൊജക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡൊക്കെ ഒന്ന് റൺ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറെ ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഇത് അനാക്കോണ്ടയാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അനാക്കോണ്ട ഫ്രെയിംവർക്കിൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിലാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാനിവിടെ നമ്മുടെ ലാംഗ്വേജ് പൈത്തൺ ആണ്, പൈത്തൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹാർഡ്വെയറിന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ എന്റെ കയ്യിലുള്ള സിസ്റ്റം, അതായത് ഞാനിപ്പോ ഈ റെക്കോർഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് എന്റെ ലാപ്ടോപ്പാണ്. അതിൽ നമുക്ക് GPU ഉണ്ട്. GPU എന്ന് പറയുന്നത് NVIDIA-യുടെ GPU ആണ്. NVIDIA GeForce GTX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GPU ആണുള്ളത്. 4 GB മെമ്മറി ഉള്ള ഒരു GPU ആണത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് GPU ആണോ വർക്ക് ചെയ്യുന്നത് അതോ CPU ആണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. ഞാനിവിടെ കോഡ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മളിവിടെ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ബ്രെയിൻ ട്യൂമർ ഡിറ്റക്ഷൻ ആണ്. അതായത് നമ്മൾ എന്താ ട്യൂമർ ഉള്ളതും ട്യൂമർ ഇല്ലാത്തതുമായിട്ടുള്ള ഇമേജസ് കൊടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ പുതിയൊരു ട്യൂമർ ഉള്ളോ അല്ലെങ്കിൽ ഇല്ലാത്തതായിട്ടുള്ള ഇമേജ് വരുമ്പോൾ അത് ട്യൂമർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിക്റ്റേറ്റ് ചെയ്ത് നമ്മുടെ മോഡലിൽ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ VGG16 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്യുകയാണ്. VGG16 എന്ന് പറഞ്ഞ ആർക്കിടെക്ചർ, അതിനെ നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അധികം വാചകം പറയുന്നില്ല, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ നമ്മുടെ കുറെ ലൈബ്രറീസിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടെൻസർഫ്ലോ എന്തായാലും വേണം. അപ്പൊ ടെൻസർഫ്ലോനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കേരാസ് അല്ലെ, ടെൻസർഫ്ലോ.keras.application.vg16 ഇമ്പോർട്ട് VGG16. കണ്ടോ, VG16 ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രീ ട്രെയിൻഡ് ആർക്കിടെക്ചർ ആണ്. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ ഞാൻ അതിൽ ഡെൻസ് ലെയറിനെ ഇമ്പോർട്ട് ചെയ്യുന്നു, ഫ്ലാറ്റൻ ലെയർ, ഡ്രോപ്പ് ഔട്ട് ലെയർ, ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, പിന്നെ നമ്മുടെ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ഇമേജ് ഡാറ്റ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ലൈബ്രറീസിനെ ഇമ്പോർട്ട് ചെയ്തു. ഞാനൊന്ന് റൺ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ റൺ ചെയ്യാണ്. റൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർ വരും. അതൊരു നമ്പർ വന്നു കഴിയുമ്പോഴത്തേന് റണ്ണിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റണ്ണ് കംപ്ലീറ്റ് ആയി, എറർ ഒന്നുമില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് ഈ ടെൻസർഫ്ലോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോ ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, എന്റെ ഇമേജിന്റെ സൈസ് ഞാൻ പറയുന്നത് 224 ആണ് ഇമേജ് സൈസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തു, ഞാൻ അത് റൺ ചെയ്തു. ഓക്കെ, പിന്നെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽ നമ്മുടെ VG16 ഞാൻ ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, VG16 ലോഡ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ബേസ് മോഡൽ എന്ന് പറയുന്നത് VG16 ആണ്. അതിൽ ഞാൻ കുറച്ച് ഫൈൻ ട്യൂണിങ്, അതായത് അതിലെ ലാസ്റ്റ് ലേയേഴ്സ് ഞാനൊന്ന് മാറ്റം വരുത്തിയിട്ട് എനിക്ക് വേണ്ട രീതിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം VG16 എന്ന് പറയുന്നത് ഓൾറെഡി പ്രീ ട്രെയിൻഡ് മോഡലാണ്. അത് ഓൾറെഡി കുറെ ഫീച്ചേഴ്സ് അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കുറെ ഫീച്ചേഴ്സ് അത് പഠിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് അതിന് കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബേസ് മോഡൽ എന്ന് പറയുന്നത് VG16 ആണ്. ഇൻപുട്ട് ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, ഇമേജിന്റെ സൈസ് ആണ്. ഇമേജ് സൈസ് 3, അതായത് 224 by 224 എന്ന് പറയും. ഓക്കെ, അതാണ് ഈ ഒരു ഷേപ്പിലാണ് VG16 ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. വേറെ ഏത് ഷേപ്പ് കൊടുത്താലും, അതായത് VG16 ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് 224 by 224 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷേപ്പിലാണ്. ഓക്കെ, ഇപ്പം ടോപ്പ് ഇൻക്ലൂഡ് ടോപ്പ് ഇസ് ഈക്വൽ ടു ഫോൾസ്. ഞാൻ ടോപ്പിനെ ഞാൻ ഫോൾസ് ആക്കി വെച്ചു, കാരണം എനിക്ക് ടോപ്പ് ഇത് വേണ്ട, ടോപ്പ് ലെയേഴ്സ് വേണ്ട, അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ അതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പോവാണ്. പിന്നെ വെയിറ്റ് ഇമേജിനെറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ അതിനെ ഒന്ന് റൺ ചെയ്യാണ്. ഓക്കെ,
അതും റൺ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഫ്രീസ് ചെയ്യാണ്. അതായത് പ്രീ ട്രെയിൻഡ് മോഡല് ഞാൻ കുറച്ച് ലേയേഴ്സ് എനിക്ക് ഫ്രീസ് ചെയ്യണം. അപ്പൊ അതിന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക, ഫ്രീസ് ദ ലേയേഴ്സ് ഓഫ് ദി പ്രീ ട്രെയിൻഡ് മോഡൽ. അപ്പം എന്റെ പ്രീ ട്രെയിൻഡ് മോഡലിന്റെ ലേയേഴ്സിന് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കാൻ പോവാണ്. ഓക്കെ, അതായത് അതിന്റെ കാര്യങ്ങളും അത് പഠിച്ച കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്യുക. അതിനെ എനിക്ക് ട്രെയിൻ ചെയ്യേണ്ട. അതായത് VG60 എനിക്ക് ഓൾറെഡി ട്രെയിൻ ചെയ്ത മോഡൽ ആയതുകൊണ്ട് അതിനെ ട്രെയിൻ ചെയ്യേണ്ട. എനിക്ക് അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്ന കുറച്ച് ലേയേഴ്സുകളുണ്ട്. ആ ലെയറിനെ മാത്രം എനിക്ക് എന്ത് ചെയ്യാൻ മതി, ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, VG60 കൂട്ടത്തിൽ ഞാൻ കുറച്ച് ലെയറും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം VG60 ആ ഒരു ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഫ്രീസ് ചെയ്യാണ്. ഫ്രീസ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാതെ ഇവിടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആഡ് കസ്റ്റം ലെയേഴ്സ് ഫോർ ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് ലെയേഴ്സിനെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പം നോക്കുക, എന്റെ ഞാൻ ഈ VG60, അതായത് ആ VG60 എന്ന് പറഞ്ഞ മോഡലുണ്ട്. ആ മോഡലിന് ഞാൻ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഫ്ലാറ്റൻ ലെയർ കൊടുത്തു. അതായത് അവസാനത്തെ ലെയറിനെ ഞാൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഫ്ലാറ്റൻ ലെയർ കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഡെൻസ് ലെയറിനെ ആഡ് ചെയ്തു, വീണ്ടും ഒരു ഡെൻസ് ലെയറിനെ ആഡ് ചെയ്തു, വീണ്ടും ഒരു ഡെൻസ് ലെയറിനെ, 3 ഡെൻസ് ലെയറിനെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഒരു ഡെൻസ് ലെയറിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രഡിക്ഷൻ ആണ്, നമ്മുടെ പ്രഡിക്ഷന് വേണ്ടിയിട്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ലേയേഴ്സിനെ ആഡ് ചെയ്തത്, ഇത്രയും ലേയേഴ്സിനെയും കൂടെ ഞാൻ അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, ആഡ് ചെയ്തു. സിഗ്മോയിഡ് എന്താണെന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ആക്ടിവേഷൻ ഫംഗ്ഷനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഇതാണ് ലെയറുകളെ ഞാൻ എന്ത് ചെയ്തു, എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ VG60 കൂട്ടത്തിൽ ഞാൻ കുറച്ച് ലെയറും കൂടെ ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഞാൻ മോഡലിനെ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ പുതിയ മോഡൽ എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസ് മോഡൽ ഡോട്ട് ഇൻപുട്ട്. ബേസ് മോഡൽ എന്ന് പറയുന്നത് VG60 ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രഡിക്ഷൻസ് ആണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ലെയർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ലെയർ. കണ്ടോ, ഞാൻ ഇതിനെ ഒന്ന് റൺ ചെയ്തു, അതും ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്തു, മോഡലിനെ ഒന്ന് കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്തു, അതും ഓക്കെ. അതായത് കമ്പൈൽ ചെയ്യുന്നു, ഒപ്റ്റിമൈസർ കൊടുത്ത RMS പ്രോപ്പ് ആണ്. അതിന്റെ ലോസ് എന്ന് പറയുന്നത് എന്താ, ബൈനറി ക്രോസ് എൻട്രോപ്പി ആണ്. മെട്രിക്സ് ആക്യുറസി ആണ് യൂസ് ചെയ്തത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണേ, നമ്മുടെ പഴയ വീഡിയോസിലെ എല്ലാം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇമേജ് ഡാറ്റ ജനറേറ്റർ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തല്ലോ. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ ഇതിനെ എന്ത് ചെയ്തു, ഇമേജ് ഡാറ്റ ജനറേറ്റർ വെച്ചിട്ട് ഞാൻ റീസ്കെയിൽ ചെയ്യാണ് എന്റെ ഇമേജിനെ. ഓക്കെ, അപ്പം ഈ റീസ്കെയിലിംഗ് എന്ന് പറഞ്ഞ അതായത് ഈ നമ്മൾ കൊടുക്കുന്ന ഇമേജിന്റെ എന്താണ്, അതിന്റെ പിക്സൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 മുതൽ 255 ആണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ 0ക്കും 1നും ഇടയിലേക്ക് കൊണ്ടുവരണം, അതിന്റെ എല്ലാ പിക്സൽ വാല്യൂസിനെയും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, അതിന് രണ്ടിനെ റീസ്കെയിൽ ചെയ്തു. ട്രെയിനിങ് ഡാറ്റയെ റീസ്കെയിൽ ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെ വാലിഡേറ്റ് ചെയ്യാനുള്ള ഡാറ്റയെ ഞാൻ റീസ്കെയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ റൺ ചെയ്യട്ടെ. ഓക്കെ, അത് റീസ്കെയിൽ ചെയ്തു. ഇനി ഞാൻ കൊടുക്കുക നമ്മുടെ ഡയറക്ടറി. ഓക്കെ, ട്രെയിൻ ചെയ്യാനുള്ള ഡാറ്റ ഇവിടെ കിടക്കുന്നത്. അതായത് ഈ ബ്രെയിൻ ട്യൂമർ ടെസ്റ്റിംഗും ഉണ്ട്, ട്രെയിനിങ്ങും ഉണ്ട്. കണ്ടോ, അപ്പൊ ഇത് ഞാൻ റൺ ചെയ്തു. ഓക്കെ, അപ്പൊ അതും ഓക്കെ. എന്റെ F ഡ്രൈവിലാണ് അത് കിടക്കുന്നത്, ഞാൻ കാണിക്കാതെ. ഓക്കെ, യെസ്, ഇതാണ് ബ്രെയിൻ ട്യൂമർ. കണ്ടോ, ടെസ്റ്റ് ചെയ്യാനുള്ള ഇമേജ് ഉണ്ടോ അവിടെ, നോ ട്യൂമറിനകത്ത് ഇതൊക്കെ ട്യൂമർ ഇല്ലാത്ത ഇമേജുകളാണ്. ഇനി ഇത് നോക്കിയേ, ഇത് പിറ്റ്യൂട്ടറി ട്യൂമർ ആണ്. ഓക്കെ, തലയാണ് ഈ കാണിച്ചേക്കുന്നത്, നമ്മുടെ തലയ്ക്കകത്താണ് പിറ്റ്യൂട്ടറി ട്യൂമർ ഉള്ള ആ ഒരു ഇമേജ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ട്രെയിനിങ് നോക്കിയാൽ, ട്രെയിനിങ്ങിന് വേണ്ടി നോ ട്യൂമർ ഇല്ലാത്ത ഇമേജുകളാണ്. താഴെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം 1450 ഇമേജ് ഉണ്ട്. പിറ്റ്യൂട്ടറി ട്യൂമർ ആണെങ്കിൽ അതും 1450 ഇമേജ്. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ 1450 പ്ലസ് 1450 ഇമേജ് ആണ് നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതുപോലെ തന്നെ. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ F ഡ്രൈവിലാണ് കിടക്കുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഞാൻ ഇവിടെ പാത്ത് പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടോ, F ഇവിടെയാണ് കിടക്കുന്നത്. ടെസ്റ്റ് ചെയ്യാനും ട്രെയിൻ ചെയ്യാനുള്ള ഇമേജുകൾ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഞാൻ ചെയ്തു, നമ്മൾ ക്രിയേറ്റ് ഇമേജ് ജനറേറ്റർ ഫോർ ട്രെയിനിങ് ആൻഡ് വാലിഡേഷൻ. അപ്പൊ ഇമേജ് ജനറേറ്ററിനെ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ബാച്ച് സൈസ് 32 ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാച്ച് സൈസ് 32 ആണ്. ട്രെയിൻ ചെയ്യാനുള്ളതും ടെസ്റ്റ് ചെയ്യാനുള്ളതും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊന്ന് റൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 2900 ഇമേജ് ആണ് 2 ക്ലാസ്സിലും കൂടെ. പിന്നെ 580 ഇമേജ് ആണ് 2 ക്ലാസ്. അതായത് 2900 ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും 580 ഇമേജ് കൊടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്ലാസ് ഇൻഡിസ്, അതായത് ഏതൊക്കെ ക്ലാസ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നോക്കിയേ, നോ ട്യൂമർ ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരും. പിറ്റ്യൂട്ടറി ട്യൂമർ ആണെങ്കിൽ 1 എന്ന് വരും. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണെങ്കിൽ അത് നോ ട്യൂമർ ആയിരിക്കും, ട്യൂമർ ഇല്ലാത്ത ഇമേജ് ആണ് എന്നാണ് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ,
സിസ്റ്റം നമ്മൾ പുതുതായിട്ട് കൊടുത്ത ഇമേജ് ട്യൂമർ ഉണ്ട് അല്ലെ പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ള. അപ്പൊ ഇത് മനസ്സിലാക്കി വെച്ചു, ഇത് ഓർത്ത് വെച്ചു. നോ ട്യൂമർ ആണെങ്കിൽ 0 ആയിരിക്കും ഔട്ട്പുട്ട് കാണിക്കുന്നത്. പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടെങ്കിൽ, അതായത് ട്യൂമർ ഉള്ളതാണെങ്കിൽ 1 എന്നായിരിക്കും ഔട്ട്പുട്ട് കാണിക്കുക. ഇതാണ് ക്ലാസ് ഇൻഡീസസ് എന്ന് പറയുന്നത്. ഓക്കെ, 0 വരുവാണെങ്കിൽ ട്യൂമർ ഇല്ല, 1 ആണെങ്കിൽ ട്യൂമർ ഉണ്ട്, പിറ്റ്യൂട്ടറി ട്യൂമർ ഉണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിന്റെ സമ്മറി ഒന്ന് കാണട്ടെ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മോഡലിന്റെ സമ്മറി. ഇത് നമ്മുടെ ലെയറുകളാണ്. ഈ ലെയറുകളൊക്കെ എന്താണ്? ഈ ഇൻപുട്ട് ലെയർ, ബ്ലോക്ക്, കൺവല്യൂഷനെ പൂളിംഗ് ലെയർ, കൺവല്യൂഷൻ പൂളിംഗ് ലെയർ, പിന്നെ വീണ്ടും കൺവല്യൂഷൻ പൂളിംഗ് ലെയർ, കൺവല്യൂഷൻ പൂളിംഗ് ലെയർ. ഇത്രയും വരെ എന്താണ്? ഇത്രയും വരെ VGG16 ആണ്. ഇത്രയും നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത്രയും വരെ ലെയറുകൾ VG16 ആണ്. ഇതിനടിയിലോട്ട് VG16 വേറെ ലെയറുകളുണ്ട്, ഞാനതെടുത്ത് മാറ്റി. എന്നിട്ട് എനിക്ക് വേണ്ട ലെയറുകളെ ഞാൻ അവിടെ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഫ്ലാറ്റൻ ലെയറിനെ ആഡ് ചെയ്യണം. ഫ്ലാറ്റൻ ലെയറിനെ ആഡ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഡെൻസ് ലെയറുകളെ ആഡ് ചെയ്യുന്നത്. കണ്ടോ, എന്റെ ഡെൻസ് ഉണ്ട്. ഇത് ആദ്യത്തെ ഡെൻസ് ലെയർ, രണ്ടാമത്തെ ഡെൻസ് ലെയർ, മൂന്നാമത്തെ ഡെൻസ് ലെയർ, ലാസ്റ്റ് ഡെൻസ് ലെയർ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ഡെൻസ് ലെയർ. അപ്പൊ ഇത്രയാണ് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്തു. ഇതിന് മുകളിലോട്ടുള്ള എല്ലാം VG16 ഓൾറെഡി ഉള്ളതാണ്. അതിനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുക. ഫ്രീസ് ചെയ്ത് വെച്ചു. എന്നിട്ട് എനിക്ക് വേണ്ടത് ഫ്ലാറ്റൻ ലെയർ ആഡ് ചെയ്തിട്ട് അതിന് ശേഷം എനിക്ക് വേണ്ട ഡെൻസ് ലെയറൂടെ ഞാൻ കൊടുത്തു. അപ്പൊ ഇവിടെ എത്ര പാരാമീറ്റർ ഉണ്ട്? ട്രെയിനബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നോക്കി ഇത്രയുണ്ട്, നോൺ ട്രെയിനബിൾ പാരാമീറ്റേഴ്സ് ഇത്രയുണ്ട്. ഓക്കെ, അപ്പം ഈ കാണുന്നതൊക്കെ എന്താ? ഔട്ട്പുട്ടിന്റെ ഷേപ്പ് ആണ്. അതായത് ഇൻപുട്ട് ലെയറിൽ കൂടെ കയറി ഔട്ട്പുട്ട് വരുമ്പോൾ അതിന്റെ ഷേപ്പ് ആണ് ഈ വരുന്നത്. ഓക്കെ, ഇതൊക്കെ ഔട്ട്പുട്ട് ലെയറിന്റെ ഷേപ്പുകളാണ്, ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ മോഡലിനെ ട്രെയിൻ ചെയ്യാണ്. ട്രെയിൻ ദ മോഡൽ. അപ്പം ഞാൻ ട്രെയിൻ ചെയ്യാൻ പോവാണ്. യെസ്, ഇപ്പോൾ ഇവിടെ നോക്കി ഞാൻ 5 എപ്പോക്കെ കൊടുത്തിട്ടുള്ളത്. 5 എപ്പോക്ക് വെച്ചിട്ടാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം എപ്പോക്ക് 1/5, അതായത് അഞ്ചാമത്തേൽ ആദ്യത്തെ എപ്പോക്കാണിത്. അപ്പൊ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ട്രെയിൻ ചെയ്യുന്നുണ്ടോ? ട്രെയിൻ ചെയ്യുമ്പോഴത്തേന് ഇതിങ്ങനെ മാറി വരും. ഓക്കെ, നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യാണ്. അതിപ്പം ഇമേജ് വെച്ചിട്ട് ഇപ്പൊ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാണും. എന്റെ സിസ്റ്റത്തിൽ GPU ഉണ്ട്. ഞാൻ പറഞ്ഞു NVIDIA GPU ആണ്. NVIDIA GeForce GTXന്റെ GPU ആണുള്ളത്. അപ്പോൾ ഞാനിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് GPU ആണ് യൂസ് ചെയ്യുന്നത്. CPU ഇച്ചിരി യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇത് മാക്സിമം യൂസ് ചെയ്യുന്ന GPU ആണ് കേട്ടോ. എനിക്ക് ഇവിടെ കാണാൻ പറ്റും 73, 74, 69 കണ്ടോ. ഇവിടെ GPU ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്റെ സിസ്റ്റം ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ എന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് GPU-ലാണ്. ഓക്കെ, 99% GPU ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ കൊടുക്കുന്ന എന്താണ്? ഇൻപുട്ട് എന്ന് പറയുന്നത് ഇമേജ് ആണ് അല്ലെ. അപ്പൊ ഇമേജുകളെ വർക്ക് ചെയ്യണമെങ്കിൽ GPU ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും GPU ആണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ടെൻസർഫ്ലോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് GPU ആണ്, ഗ്രാഫിക്കൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, കണ്ടോ, ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ. അപ്പൊ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും GPU ആണോ CPU ആണോ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പം CPU ആണെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കര സ്ലോ. ഇങ്ങനെ ഉറുമ്പഴയുന്ന പോലെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമുക്ക് ഇത് കാണാൻ പറ്റും. പക്ഷെ GPU ആണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും GPU ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് നോക്കിയേ, ഇവിടെ ട്രെയിനിങ് ലോസ് കണ്ടോ, 0.77 ആണ് വന്നത്. ആക്യുറസി 84% കിട്ടി. ട്രെയിനിങ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ ലോസ് 31%, ആക്യുറസി 88% കിട്ടി കണ്ടോ. ടെസ്റ്റ് ചെയ്ത സമയത്ത് നമുക്ക് ആക്യുറസി കുറച്ച് കൂടുതൽ കിട്ടിയുണ്ടോ. ഓക്കെ, ഇനിയും ട്രെയിൻ ചെയ്യും. അപ്പം ട്രെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും നമുക്ക് സെപ്പറേറ്റ് ഇമേജുകൾ നമ്മൾ ഫോൾഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കിയാൽ അടുത്ത എപ്പോക്ക് വന്നപ്പോൾ നമുക്ക് എത്ര എപ്പോക്ക് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ ടോട്ടൽ 5 എപ്പോക്ക് മാത്രമേ കണ്ടോ. എപ്പോക്ക് ഞാൻ ഇവിടെ ടോട്ടൽ 5 കൊടുത്തുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയാൽ മതി കണ്ടോ. ഇവിടെ നോക്കിയാൽ രണ്ടാമത്തെ എപ്പോക്ക് കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമ്മുടെ വാലിഡേഷൻ ആക്യുറസി എന്ന് പറഞ്ഞിട്ടുണ്ടോ 98% കിട്ടി. ഓക്കെ, അത് കുഴപ്പമില്ല, സെറ്റാണ്. അടുത്ത നോക്കിയേ, മൂന്നാമത്തെ വന്നപ്പോൾ കണ്ടോ, അവിടെ നോക്കിയപ്പോൾ 98%, സെയിം, വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലെ. പക്ഷെ ട്രെയിൻ ചെയ്തപ്പോൾ ആക്യുറസി ഇവിടെ കൂടുന്നുണ്ട്, 97% വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ കൂടുതൽ കിട്ടി. എന്ന് വെച്ചാൽ ഒരു വാലിഡേഷൻ ആക്യുറസി എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടി, 98% കിട്ടി. അപ്പോൾ ഇത് അത്യാവശ്യം സെറ്റാണ്. ഓക്കെ, അപ്പൊ നല്ല സെറ്റ് മോഡലാണ് നമ്മുടെ അല്ലെ. കാരണം പഠിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ അവന് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. ഇപ്പൊ നാലാമത്തേത് കഴിഞ്ഞു. ഓക്കെ, നാലാമത്തേത് നമ്മുടെ തീരാൻ പോകുന്നു. യെസ്, നാലാമത്തെ കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് എപ്പോക്കാണ് വരുന്നത്. ലാസ്റ്റ് എപ്പോക്ക് നോക്കിയേ, നാലാമത്തെ കഴിഞ്ഞപ്പോൾ നമ്മുടെ വാലിഡേഷൻ ആക്യുറസി ഉണ്ടോ 99% നമുക്ക് കിട്ടിയത്. ഇവിടെ 99%. ഓക്കെ, അപ്പൊ ഇത് പൊളി മോഡലാണ്. ഇപ്പൊ നമ്മുടെ മോഡൽ സെറ്റ് ആണ് അല്ലെ. അപ്പൊ ഇത് അഞ്ചാമത്തെ എപ്പോക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിത് നമ്പർ എപ്പോക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ കുറെ സമയം എടുക്കും. ഓക്കെ, അപ്പം അത്രയും നേരം ഞാൻ വീഡിയോ എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോക്ക് കുറച്ച് കൊടുത്തത്, 5 എപ്പോക്ക് മാത്രം കൊടുത്തത്.
ഇതൊന്ന് തീർക്കുവാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ സമയം കഴിയാറായി. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുക. ഇതിന്റെ ബാക്കി നമ്മൾ വീണ്ടും റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇട്ടിടാം. ഇപ്പൊ എന്റെ വീഡിയോയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. എന്റെ ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ തീരാറായിട്ടുണ്ട്.